ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻറീൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമുക്ക് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അറിയപ്പെടാത്ത മനോഹരങ്ങളായ സ്ഥലങ്ങൾ ഒട്ടനവധിയായി നമുക്ക് ചുറ്റുമുണ്ടാകും. അത്തരത്തിലുള്ള പ്രദേശമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കുമളിക്കും ചെല്ലാർകോവിൽ വാട്ടർഫാൾസിനും അടുത്തുള്ള കുരുവിക്കാട്ടുപാറ എന്ന പ്രദേശത്തെ വാട്ടർഫാൾസ് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വരൂ, നമുക്ക് കുരുവിക്കാട്ടുപാറ വാട്ടർഫാൾസിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ചെല്ലാർകോവിൽ കമ്പംമെട്ട് റൂട്ടിലാണ്. തേക്കടിയിൽ നിന്നും 17 കിലോമീറ്റർ ഇപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അരുവിക്കുഴി വാട്ടർഫാൾസ് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയുമായിരിക്കും. ചെല്ലാർകോവിൽ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ അരുവിക്കുഴി വാട്ടർഫാൾസ്. അവിടെ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് കുരുവിക്കാട്ടുപാറ സ്ഥിതി ചെയ്യുന്നത്. വഴിയുടെ ഇരുവശങ്ങളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന രീതിയിൽ മതിൽ കെട്ടി തിരിച്ചല്ല വീടുകളെല്ലാം ഇവിടെയുള്ളത്. ഇവിടെ നാച്ചുറലായിട്ട് ചെമ്പരത്തി വേലികൾ കൊണ്ടാണ് അതിര് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞാണ് പോകുന്നത്. ചെല്ലാർകോവിൽ പുറ്റടി റോഡാണ് ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്നത്. മുന്നോട്ട് നേരെ കിടക്കുന്ന റോഡ് എന്ന് പറയുന്നത് തമിഴ്നാട് ബോർഡറായ കമ്പംമെട്ട് അല്ലെങ്കിൽ രാമക്കൽമേട് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡാണ്. ഈ മുന്നിൽ കാണുന്ന കപ്പേളയുടെ ചേർന്ന് കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. മുന്നിൽ വലതുവശത്തായി കാണുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആൽമരമാണ്. ആൽമരത്തോട് ചേർന്ന് ഒരു അമ്പലവും നമുക്ക് കാണാം. ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. പുറത്തു നിന്ന് മാത്രമേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ നിന്നും നമ്മൾ കുരുവിക്കാട്ടുപാറയുടെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കന്നുകാലി ഫാമും അതിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളും. ഈ പ്രദേശത്തെ ആളുകൾ കൂടുതലായും കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. അതിനാൽ തന്നെ കാലി വളർത്തൽ ഇവരുടെ പ്രധാന ഉപജീവന മാർഗമാണ്. ഒരു കാലത്ത് ഇടുക്കിയുടെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന അണക്കര പാടശേഖരമാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. അന്നൊക്കെ ഏക്കറുകളോളം വരുന്ന ഈ പാടശേഖരത്തെ നെല്ലെല്ലാം കൊയ്ത് ഈ പരന്നു കിടക്കുന്ന പാറപ്പുറത്തായിരുന്നു മെതിക്കുകയും വിൽപ്പനയ്ക്കായിട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നത്. അന്നൊക്കെ ഉത്സവ സമാനമായിരുന്നത്രേ ഈ പാറപ്പുറത്തെ കാഴ്ച. നമുക്ക് മുന്നേ എത്തിയ ആളുകളിൽ ചിലർ മീൻ പിടിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും മറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പച്ചപ്പട്ടണിഞ്ഞു നിൽക്കുന്ന കുരുവിക്കാട്ടുപാറയെ കൂടുതൽ മനോഹരിയാക്കുന്നത് എവിടെ നിന്നോ ഒഴുകി വരുന്ന ഈ തോടാണ്. വർഷകാലമായതിനാൽ ഈ തോട്ടിൽ നിറയെ വെള്ളവുമുണ്ട്.
ദാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പച്ച പരവതാനി വിരിച്ചതുപോലെ ദൂരേക്ക് നീണ്ടുകിടക്കുന്ന അണക്കരപ്പാടം നമുക്ക് ദൃശ്യമാകും. പാടശേഖരത്തിന് നടുവിലൂടെ ഒഴുകി വരുന്ന വെള്ളം വളരെ ധൃതിയിൽ ഇടുക്കി ഡാമിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഈ വെള്ളം താഴേക്ക് തട്ടുകളായി ഒഴുകി വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പം താഴേക്കിറങ്ങുമ്പോൾ ആദ്യത്തെ തട്ടിൽ നിന്നും പതഞ്ഞിറങ്ങുന്ന വെള്ളച്ചാട്ടം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇങ്ങനെ മുകൾ തട്ടിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം ആഴം കൂടിയ ഒരു കുഴിയിലേക്ക് അത് നിറഞ്ഞ് താഴേക്കൊഴുകി രണ്ടാമത്തേതും താരതമ്യേന വലുതുമായ വെള്ളച്ചാട്ടമായി മാറും.
കാഴ്ചകളെല്ലാം കണ്ടു മടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇടുക്കി ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ തീർച്ചയായും അടയാളപ്പെടുത്തേണ്ട സ്ഥലം തന്നെയാണ് കുരുവിക്കാട്ടുപാറ എന്ന്. എന്നാൽ എന്തുകൊണ്ടോ ഈ സ്ഥലം അധികമാർക്കും അറിയില്ല. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഗവൺമെൻറ് ഇടപെട്ട് നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്ന പ്രതീക്ഷയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. കാരണം കാഴ്ചയ്ക്ക് അതീവ ഭംഗിയുള്ള ഒരു പ്രദേശമാണിത്. മാത്രമല്ല ഒരു രക്ഷയുമില്ലാത്ത തണുത്ത കാറ്റും. ഇപ്പോഴാണെങ്കിൽ ചെറിയ രീതിയിൽ മഴയുമുണ്ട്. തണുത്ത കാറ്റും മഴയും കാണാനുള്ള ഭംഗിയും എല്ലാം ആകുമ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ട് പോകുന്നവർ കുരുവിക്കാട്ടുപാറ വെള്ളച്ചാട്ടം ഒരിക്കലും മറക്കാനിടയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇനിയും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇനിയും നല്ല നല്ല വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.